അനീഷ് വേഴ്സസ് അനുമോൾ നമ്മൾ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ കത്തിജ്വലിച്ചത്, പ്രത്യേകിച്ച് അവസാന ഘട്ടങ്ങളിൽ കത്തിജ്വലിച്ചത് രണ്ടുപേരാണ് അനീഷ് വേഴ്സസ് അനുമോൾ. എന്തായാലും ഇവരിൽ ആരായിരിക്കും വിന്നർ ആവുക എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ പങ്ക് നമ്മൾ റീ എൻട്രിയിൽ ബിൻസിക്ക് കൊടുക്കണം. ബിൻസി മാത്രമല്ല, അതിനകത്ത് ഒട്ടും പിന്നിലല്ലാതെ നമ്മുടെ എന്താ പറയുക, ആ കുട്ടിയുടെ പേരെന്താ, ശൈത്യ, മറന്നുപോയി, 2-3 ദിവസം കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പോൾ ആളുടെ പേര് ഓർമ്മ, ശൈത്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ശൈത്യം ബിൻസിയും കൂടിയാണ് അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തത്. അത് കൺഫേം ആക്കിയത് അനീഷിനായിരുന്നു കപ്പ്. അനീഷും അനുമോൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇതിൽ അനുമോൾ ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തതിൽ ഞാൻ മുഖ്യ പങ്ക് ഒരു 5% അല്ലെങ്കിൽ ഒരു 20% പങ്ക് ഞാൻ ബിൻസിക്കും ശൈത്യയ്ക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ അനുമോൾ വേഴ്സസ് അനീഷ് എന്നതിൽ ആരോടാണ് കൂടുതൽ സപ്പോർട്ട് എന്ന് ചോദിക്കുമ്പോൾ ബിൻസിക്ക് പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അനീഷിനോട് ഇത്രയും കൊടുംചതി ചെയ്തിട്ടാണ് കേട്ടോ അനീഷ് എന്നൊരു ഒട്ടും ഉളിപ്പിലാണ് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു ആങ്കർ പറയുന്നുണ്ട് ഇന്നത്തെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത് അനുമോളാണെന്ന്. ആ ഒരു ചർച്ച മിക്കവാറും ക്ലാഷിലേക്ക് പോകും. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അനീഷ് കൊടുത്ത കണ്ടന്റ് എന്താ? അനീഷ് ശരിക്കും അനീഷിന്റെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരൊറ്റ കണ്ടന്റ് എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങൾ മറ്റേ ഉറങ്ങി കിടക്കുകയാണ്, എന്താ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. ആ സാധനമല്ലാതെ അനീഷിന്റെ ഓർത്തിരിക്കുന്ന കണ്ടന്റ് എനിക്ക് സത്യം. പിന്നെ ഷാനവാസ് അനീഷ് ഒരു കോംബോ കുറച്ച് രസകരമായിരുന്നു. അത് നല്ല സൗഹൃദങ്ങളൊക്കെ കാണാൻ. പിന്നെ അതിന്റെ തന്നെ കുറെ കല്യാടി കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ഒരു കണ്ടന്റായി. അല്ലാതെ അനീഷ് ഈ 100 ദിവസം ഓർത്തിരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിവാദകരമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലുണ്ട്. ചിലപ്പോൾ പൂർണ്ണമായിട്ടും അനീഷ് കൊടുത്ത വലിയ കണ്ടന്റ് നിങ്ങളെല്ലാം പറയുന്നത് ഡിസേർവിംഗ് എന്ന് പറയുന്നുണ്ട്. ആ പ്രോഗ്രാം കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അനുമോൾ തന്നെയാണ് ജയിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അനുമോൾ എന്തൊക്കെ കണ്ടന്റാ കൊടുത്തോന്ന് പറഞ്ഞേ. അനുമോളിന്റെ വിവാദകരമായിട്ടുള്ള എത്രയോ കണ്ടന്റുകൾ ഞാൻ പറയണം. ആ ചുംബന രംഗത്തെ കുറിച്ച് അനുമോള് പറഞ്ഞ കണ്ടന്റ് അത് വലിയ നല്ലൊരു കാര്യമായിട്ട് തോന്നിയായിരുന്നോ? അല്ല, നല്ലൊരു കാര്യമൊന്നല്ല. പിന്നടിയിൽ കിടന്ന് ശൃംഗരിക്കാനോ അല്ലല്ലോ. പുറപ്പിനടിയിൽ കിടന്ന് അവര് കിസ് ചെയ്യുന്നത് പറയുന്നതിന്റെ തെളിവ് പോലും അനുവിനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ഉറപ്പായിട്ട് ഇത് പുറത്തു വിട്ടാനോ? അല്ല, അങ്ങനെ വിടില്ല. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും മലയാളി ഈസ് മലയാളി. മലയാളിക്ക് ഒരു സദാചാര ബോധവും മലയാളിക്ക് കുറച്ച് ധാർമ്മിക മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ബുദ്ധിയാട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് അത് പുറത്ത് വിട്ടാനായിരുന്നു. ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിളിക്കായിരുന്നു. എൻ്റെ പൊന്നു ബിൻസി, ഇത് 5 മണിക്കൂർ എന്നല്ല 10 മണിക്കൂർ ഇരുന്ന് നോക്കിയാലും ബിഗ് ബോസ് ടീം ഇത് കാണില്ല. കാരണം അവരത് കാണണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അത് നോക്കുന്നത്. അനുമോള് ഒരു അണുകിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. അനുമോള് വ്യക്തമായിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ വരും പറയുന്നുണ്ട്, ഞാൻ കണ്ടതാണെന്ന്. അവിടെ നിറങ്ങുന്നവരെയും അത് മാറ്റി പറഞ്ഞിട്ടില്ല. കണ്ടതാണെന്ന് പുറത്തിറങ്ങിയിട്ടും പലരും ചോദിച്ചപ്പോൾ അനുമോൾക്ക് അത് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പലരുടെയും ലൈഫിനെ ബാധിക്കും. അതുകൊണ്ടുള്ള ബുദ്ധിബോധം ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. ബിൻസി പറയുന്നത് കണ്ടിരുന്നെങ്കിൽ ബിഗ് ബോസ് അത് കാണിക്കുമായിരുന്നു എന്ന്. എന്ത് മണ്ടത്തരമൊക്കെയാണ് പറയുന്നത്. ആരെങ്കിലും കാണിക്കുമോ? അത് അവരുടെ ലൈഫിനെ ബാധിക്കുന്ന അറിയുന്നുണ്ട് തന്നെ കാണിക്കില്ല. ഇത് അനുമോളെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടനെ കൊണ്ട് അത്രത്തോളം അവർ ഷൗട്ട് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് അനുമോൾ മാറിയില്ല. അത് അനുമോളുടെ നിലപാട്. പക്ഷേ ലാലേട്ടൻ അത് പറഞ്ഞ് അനുമോൾ മാറുന്നു ബിഗ് ബോസ് അങ്ങോട്ട് കരുതി. 5 മണിക്കൂർ കണ്ടു നോക്കിയിട്ടും കണ്ടില്ലെന്നൊക്കെ പറയുന്നു. ഇത് 10 മണിക്കൂർ, ഒരാഴ്ചയോ 2 ആഴ്ച 100 ദിവസം ഇരുന്ന് നോക്കിയാലോ ആ ദിവസങ്ങളിൽ ഫുട്ടേജിൽ ഇവർ കിസ് ചെയ്യുന്നത് കാണില്ല. കാരണം അത് കാണണ്ടാന്ന് ബിഗ് ബോസ് ടീം നേരത്തെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇതൊക്കെ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാത്ത വെറുതെ 2 ആഴ്ചക്കുള്ളിൽ ഔട്ടായി പോയി. മീൻസ് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും 2 ആഴ്ചക്കുള്ളിൽ പെട്ടിയും പാക്ക് ചെയ്ത് പോവേണ്ടി വന്നത്. നമുക്ക് അടുത്ത് കേട്ട് നോക്കാം. ചുംബന രംഗത്തിലെ ആ സമയത്ത് ബിൻസിയോടെ ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ബിൻസിയുടെ നിലപാട് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ആരെയും ജിസേലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് മക്കളെ ബിഗ് ബോസ് അത് പുറത്തു വിടും. ബിഗ് ബോസ് അത് പുറത്തു വിടാണ്ടിരിക്കത്തില്ല. ഇല്ല, ബിഗ് ബോസ് അത് പുറത്തു വിടും. എങ്ങനെ കാണും? അനുമോൾ അതങ്ങനെ കണ്ടോന്നാ പറയുന്നത്. അനുമോൾ ഇങ്ങനെ കറക്റ്റ് മാറ്റിയ സമയത്ത് കണ്ടു, അല്ലെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് അനുമോൾ അവകാശപ്പെടുന്നു. അനുമോൾ ആ സമയത്ത് ആരിനോട് നല്ല ക്രഷ് ഉണ്ടായിരുന്നു. ഞാനും ശൈത്യയും അനുമോളും കൂടെ ഇരിക്കുമ്പം ഞങ്ങളുടെ മെയിൻ പരിപാടി മൈക്ക് മാറ്റിട്ടാണ് സംസാരിക്കണേ. എന്നിട്ട് ബിഗ് ബോസ് പിടിച്ചെന്ന് നമുക്ക് തോന്നുന്ന സ്റ്റേജിൽ നമ്മൾ മൈക്ക് ദേഹത്ത് തന്നെ ഇടും. ആര്യന് വീക്കെൻഡ് ഡ്രസ്സ് കിട്ടുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാച്ചിങ് ആയിട്ട് ബ്ലൂ ആൻഡ് ബ്ലൂ ഒക്കെ ഇട്ട് വന്ന് അങ്ങനെ അത് ഭയങ്കര ഒരു ഫണ്ണി ഒരു കോളേജ് ഒരു സാധനമായിട്ട് നമ്മൾ രസമായിട്ട് തന്നെ പോവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അനു ഇങ്ങനെ പോസസീവ് ആകാൻ തുടങ്ങി. ഈ സൈലത്ത് മിണ്ടുമ്പോ അങ്ങനെ മിണ്ടി ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇരുന്നിട്ട് കാണുമ്പോൾ വിചാരിച്ചത് പോസസീവ്നെസ് കൊണ്ടെങ്ങനെ ഇവള് പറഞ്ഞായിരിക്കും എന്നാ വിചാരിച്ചത്. അതല്ലാണ്ട് വേറെ തെളിവ് വേറെ ആരും ഇത് കണ്ടിട്ടില്ല. ബിഗ് ബോസ് ഇതിന്റെ ഔട്ടൊന്നും പുറത്ത് വിടുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി. ഞാൻ ഒട്ടും അതിനോട് യോജിക്കുന്നില്ല.
പിന്നെ ഇപ്പം നമ്മള് എന്തിനോട് യോജിക്കുന്നില്ല? അനുമോള് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. പിന്നെ നമ്മള് പച്ചയായ മനുഷ്യനായിട്ടാണല്ലോ അതിനകത്ത് നിൽക്കുന്നത്. ചീത്ത വിളിക്കാന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കും, സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ ആര്യനും ജിസയിലും അഥവാ അവർക്കൊന്ന് കിസ് ചെയ്യണമെന്ന് തോന്നി അവർ കിസ് ചെയ്താലും എന്താണ് ഇത്ര തെറ്റ് അനുമോൾക്ക്? അനുമോൾ എന്തിനതിൽ ഇടപെടണം? അത് അവരുടെ പ്രൈവസി അല്ലേ? അവരുടെ പ്രൈവസി. പക്ഷേ ഒരു ഇത്രയും 75 ക്യാമറ ഇരിക്കുന്ന ഒരു നമ്മുടെ മലയാളികൾ, ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എല്ലാവരും ഇരുന്ന് കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അല്ല, ഇതിനു മുൻപുള്ള ബിഗ് ബോസ് സീസണുകളിലെല്ലാം അത് ആവർത്തിച്ചിട്ടില്ലേ? പേളി ശ്രീനീഷ് സ്നേഹിച്ചു, അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള പല കണ്ടസ്റ്റൻസ് കിസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാൻ മലയാളികൾ എന്തുകൊണ്ട് പുരോഗമന ചിന്താഗതിയിലേക്ക് വരുന്നില്ല? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ശ്രീനിഷ് ഇപ്പൊ പറഞ്ഞല്ലോ, ശ്രീനിഷ് പേളി ഇവിടെ ഉമ്മ വെച്ചിട്ടില്ലേന്ന് ചോദിച്ചിട്ടില്ലേ? ഉമ്മ വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി നമ്മളൊക്കെ ആസ്വദിക്കുക ചെയ്തിട്ടുള്ളത്. ഒരു പുതപ്പിനടിയിൽ കിടന്നല്ല ഉമ്മ വെച്ചത്. പുതപ്പിനടിയിൽ കിസിന് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടെന്ന് നിങ്ങൾ ആസ്വദിക്കുമായിരുന്നോ? അത് അനുമോള് പറഞ്ഞിട്ടുണ്ട്, ഒരു പേളി ശ്രീനീഷ് ആ ഒരു ബന്ധമൊക്കെ അതുപോലെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അനുമോളെക്കാളും ചെറിയ പയ്യനായിരുന്നു, അതുകൊണ്ട് നോക്കിയില്ല. അത് അനുമോള് പറഞ്ഞിട്ടുള്ള കാര്യമുള്ള ഇതിനെന്താ ഇത്രയ്ക്ക് വലിയ കാര്യമായിട്ട് പറയുന്നേ? അത് അനുമോൾ ഉണ്ടാക്കി പറഞ്ഞതായിരിക്കും. അനുമോൾക്ക് ജിസയിലും ആര്യനും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അനുമോൾക്ക് ആര്യനോട് ഒരു നോട്ടുള്ളത് കൊണ്ടും ഒരു പൊസസീവ്നെസ് അവിടെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞതെന്നാണ് ബിൻസി വീട്ടിലിരുന്ന്, അതായത് പുറത്ത് കോട്ടയത്ത് വീട്ടിലിരുന്ന് ടി വിയിൽ ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. അഥവാ ആര്യനും ജിസയിലും ഉമ്മ കൊടുത്താൽ എന്താ കുഴപ്പം? ഇതിന് മുമ്പത്തെ സീസണിലും പലരും ഉമ്മ കൊടുത്തിട്ടില്ലേ? അപ്പോൾ അതൊക്കെ കണ്ട് ഇത്ര സീസണായില്ലേ, ഇപ്പോൾ 7ാമത്തെ സീസണായില്ലേ, 7ാമത്തെ സീസണായിട്ട് ഉമ്മ എന്ന് പറയുന്ന പ്രശ്നമാണോ മലയാളിക്ക്? അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇനി ബിഗ് ബോസ് കാണാനിരിക്കാനായിട്ട്. അല്ലാണ്ട് ബിഗ് ബോസ് കാണാനായിട്ട് ഇരിക്കണ്ട എന്നാണ് കേട്ടോ ബിൻസി പറയുന്നത്. ഉമ്മയും കാണും, പുതപ്പിൻ്റെ അടിയിലും കാണും, പല പ്രശ്നങ്ങളും കാണും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി ബിഗ് ബോസ് കണ്ടാൽ മതി എന്നായിരിക്കാം ബിൻസി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ? മലയാളികൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല? അതൊക്കെ കണ്ടേ പറ്റൂ കേട്ടോ. അതായത് ലൈംഗിക ദാരിദ്ര്യമുള്ള അത് ആസ്വദിക്കുന്ന ഒരു സമൂഹം കൂടി നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസിനും അറിയാം, ലാലേട്ടനും അറിയാം, ഏഷ്യാനെറ്റിനും അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അത് പുറത്ത് വിടാതിരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ, അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെയാണ്. എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഏറ്റവും കൂടുതൽ ഈ മലയാളി പ്രേക്ഷകർ അല്ലെങ്കിൽ കുടുംബ സദസ്സ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണുന്ന ഒരു സമൂഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഒരു കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആണെന്നുള്ള ഒരു പേര് വീഴും ബിഗ് ബോസിന്. അത് ബിഗ് ബോസിന് നെഗറ്റീവായിട്ട് ബാധിക്കും. അയ്യോ, ബിഗ് ബോസിന് അങ്ങനെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ള തോട്ടൊന്നും അവർക്കില്ല. അവര് ഇപ്പൊ മലയാളി പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് കണ്ടന്റ് ഒന്നും പുറത്തുവിടാതിരിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പുറത്തു വിട്ടാനേ. ആര്യനെയും ജിസേലിനെയും സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസിനൊന്നും കിട്ടാനില്ല. പോയിന്റിലേക്ക് വാ. അപ്പം ബിൻസി പറഞ്ഞ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് അത് മാറ്റി പറയാ. ബിഗ് ബോസ് ആരും സേവ് ചെയ്യില്ലെന്ന് ബിൻസി തന്നെ ഇത് പറയണം കേട്ടോ. ബിൻസിക്ക് അറിഞ്ഞൂടെ ഈ കാര്യങ്ങൾ? ബിൻസി കാട്ടിക്കൂട്ടിയ വേലത്തരങ്ങളൊന്നും ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടില്ല എന്ന്. ബിൻസിക്ക് പ്രശ്നം ഉണ്ടാവാതെയാണ് ബിഗ് ബോസ് അത് ബിൻസിയെ എവിക്റ്റ് ആക്കി വിട്ടത്. ഒരുപക്ഷെ ബിൻസി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഇതുപോലെ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. എന്നിട്ടിപ്പോൾ ബിൻസി പറയുന്നത് ബിഗ് ബോസിന് ആരും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. ബിഗ് ബോസ് നല്ല രീതിയിൽ ഇത്തവണ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പുതപ്പിൻ്റെ ഇടയിൽ ബാങ്കർ പറഞ്ഞ പോലെ പുതപ്പിൻ്റെ ഇടയിൽ എന്താ നടന്നതെന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ബിഗ് ബോസ് കാണിക്കൊന്നുമില്ല. അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ വളരെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. ഈ ഷോ കൊച്ചുകുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ കാണുന്ന ഒരു ഷോയാണ്. നിങ്ങൾ മാന്യമായി സംസാരിക്കുന്ന ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നത് ബിൻസി കേൾക്കാറില്ലേ, കാണാറില്ലേ? 2 ആഴ്ചയെങ്കിൽ 2 ആഴ്ച വീട്ടിലുണ്ടായിരുന്നില്ല. ലാലേട്ടൻ വന്ന് ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പുല്ല് വില കൊടുത്തോണ്ടാണ്, ആ ഒരു ചിന്താഗതിയിലാണ് ആൾ വീടിനകത്തേക്ക് കയറിയത്. ഉമ്മ കൊടുക്കും, ക്ലീവേജ് കാണിക്കും, അത് കാണിക്കും, ഇത് കാണിക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടം എന്നുള്ള മനോഭാവം. അപ്പോൾ ലാലേട്ടൻ പറയുന്നതിനൊരു വില കൊടുക്കുന്നില്ലേ? ലാലേട്ടൻ പറയുന്നത് മോശം വാക്ക് യൂസ് ചെയ്യരുത്, അച്ഛനെ വിളിക്കരുത്, വീട്ടുകാരെ വിളിക്കരുത്, എന്തൊക്കെയാണ് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇതൊക്കെ പറയുന്നത്? അതൊക്കെ ഈ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കാണുന്ന ഷോ ആയതുകൊണ്ട്. അത് ഫാമിലി ഷോ ആണോ? എന്തോരം ഫാമിലി കാണുന്നതാ? അപ്പോൾ അവരുടെ മുന്നിലൊക്കെ വെച്ച് ഇത് കാണാൻ ബുദ്ധിമുട്ടില്ല. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു പരിധി വരെ മലയാളികൾക്ക് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് അവർ ഉമ്മ കൊടുക്കുന്നതൊക്കെ വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഈ ഒരു ഷോയിൽ വന്നിട്ട് അത് ചെയ്യുന്നത് മലയാളി എന്ന രീതിയിൽ നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിക്കൊണ്ട് അവർ ഉമ്മ കൊടുക്കുന്നതോടെ അവർ ഭയങ്കര മോശക്കാരാണ് എന്നൊന്നും മലയാളി എഴുതി അവരുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാനൊന്നും പോകുന്നില്ല. അത് ഭയങ്കര വലിയ കാര്യമാണ് എന്ന് ഇതുപോലെ ഇരുന്ന് പറയുമ്പോൾ ഇച്ചിരി ഉളുപ്പ് വേണ്ടേ അല്ലേ? അതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാൻ മലയാളികൾ എന്തുകൊണ്ട്
പുരോഗമന ചിന്താഗതിയിലേക്ക് വരുന്നില്ല. പ്രൊട്ടക്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ബിഗ് ബോസിന് ഇല്ല. ഞങ്ങൾ എന്ത് കാണിക്കുന്നു അത് അതുപോലെ തന്നെ കാണിച്ചിരിക്കും. ഞങ്ങളൊരു 48 പേജാണ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. അത് പുറത്തിങ്ങനെ വ്യക്തമാക്കാൻ പറ്റത്തില്ല. ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞങ്ങളുടെ എഗ്രിമെന്റ് ആണ് അത്. ഞങ്ങളത് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പം ഇൻക്ലൂഡിങ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞുള്ള ഇന്റർവ്യൂസ് പോലും അവർക്ക് നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് ഒരു രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തില്ല. ബിഗ് ബോസ് 48 പേജ് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ട് ബിഗ് ബോസിന് കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണ് അകത്തേക്ക് കയറുന്നത്. ശരി, അതിനകത്തൊന്നും ഉമ്മ കൊടുത്തുകൂടാ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഉമ്മ കൊടുക്കാം. അത് നമ്മൾ മലയാളികൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ പ്രശ്നമാണ്. ഇപ്പൊ മലയാളി പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് കണ്ടന്റ് ഒന്നും പുറത്തുവിടാതിരിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ പുറത്ത് വിട്ടാനേ. ആരെയും ജിസേലിനെയും സപ്പോർട്ട് ചെയ്തിട്ട് ബിഗ് ബോസിലൊന്നും കിട്ടാനില്ല. അപ്പം എന്താ ബിൻസി പറഞ്ഞ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് അത് മാറ്റി പറ. അതായത് നീ പറഞ്ഞ റോങ് സ്റ്റേറ്റ്മെന്റ് ആദ്യം മാറ്റി പറ. ബിഗ് ബോസ് ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കത്തില്ല മോനെ. എന്താന്ന് വെച്ചാല് ആരെയും ജിസേലിനെയും ഒന്നും ചെയ്തിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. എന്താണെങ്കിലും കണ്ടന്റ് ആണ്. പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ പ്രേക്ഷകര് ഇപ്പൊ ഇയാള് പറഞ്ഞ പോലെ ഒരു കിസ്സിങ് ഒരു സാധനം പുറത്തു വന്നു, ഇവര് അയ്യേ എന്ന് പറഞ്ഞ് മുഖം മറച്ചിരിക്കത്തൊന്നുമില്ലല്ലോ. അത് കാണത്തില്ലേ, അത് ഷെയർ ചെയ്യത്തില്ലേ, അത് നെഗറ്റീവ് കമന്റ്സ് ഇടത്തില്ലേ, അത് ഇവർക്ക് പബ്ലിസിറ്റി അല്ലേ. വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അനുമോളോട് സത്യത്തിൽ എന്തെങ്കിലും അസൂയയോ കുശുമ്പോ നിങ്ങൾക്കുണ്ടോ? നിങ്ങളിൽ കുറച്ച് പേർക്ക് ഈ കപ്പടിച്ച് ഏകദേശം ഒരു 10-70 ലക്ഷം രൂപ കയ്യിലേക്ക് വന്നതിന്റെ ഒരു എന്താ പറയാ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു കുശുമ്പും അസൂയൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നതാണോ ഈ വെളിയിൽ കൂടെ ഓടി നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനുവിനെ കുറിച്ച് ഇല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ, അത് നിങ്ങൾക്കല്ലേ അറിയാം. ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല ഞാൻ ആരോടും പോയി അവിടെ പോയി ഇവിടെ പോയി ചെവിയിൽ പോയി രഹസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. അതെന്തോ ആയിക്കോട്ടെ, അകത്തുള്ള കാര്യം നമുക്കറിയില്ല. ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടുമില്ല. റീ എൻട്രി വന്ന ശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതിന് അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ തുമ്മാണ് നമ്മളതൊരു ഇതാക്കിയത്. അത്